നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ക്രിസ്മസ് എത്തിക്കഴിഞ്ഞു. ക്രിസ്മസിന് വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് നാം എല്ലാം ആഘോഷ തിമിർപ്പിലാണ്. ഈ ക്രിസ്മസിന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ബീഫ് സ്റ്റൂവും അപ്പവും ബ്രെഡും വൈനും ഒക്കെയാണ്. ബീഫ് സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജോമി നമ്മോട് കൂടെയുണ്ട്. ജോമിയാണ് നമുക്ക് വേണ്ടി ഈ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ കൂടെ ഇന്ന് 2 അതിഥികളുണ്ട്. ഇത് കുഞ്ഞൻ, കാനം കുഞ്ഞൻ. ഇവൻ്റെ പേര് എഡ്വിൻ എന്നാണ്. ഞങ്ങൾ ചുമ്മാ സ്നേഹത്തിൽ വിളിക്കുന്നതാണ് കുഞ്ഞൻ കേട്ടോ. ഇവൻ ഇച്ചിരി കുരുത്തക്കാടാണ്. ഇവൻ ക്രിക്കറ്റ് താരമാണ് കാനത്തെ. എബിസാണ്. ഒരു ഹായ് കൊടു. ഹായ് കൊടുറാ കുഞ്ഞ. ഓക്കെ. അപ്പോൾ കിച്ചു സ്മാർട്ടായിട്ട് നിൽക്കുവാണ്. കിച്ചു ഒന്ന് ഫുട്ബോളിൻ്റെ ഇത് കണ്ടോ, സ്നാക്സ് ആൻസൺ ഫുട്ബോൾ താരമാണ്. ഒരു ഹായ് കൊടുത്തരാം എല്ലാവർക്കും. ഹായ് ഹായ് ഹായ്. അപ്പോൾ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം പോലെ. ഷെഫ് ഇവിടെ ബാക്കിയുള്ള പ്രിപ്പറേഷനിലാണ്. പച്ചമുളകും മറ്റു ഐറ്റംസ് ഒക്കെ ആണല്ലേ. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫാണ്. എങ്ങനെയുണ്ട് ബീഫ്? എങ്ങനെയുണ്ട് ബീഫിന് തന്നെ കുഴപ്പം? ബീഫിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ബീഫ് ആരെങ്കിലും ഇങ്ങനെ കണ്ടിച്ചെടുക്കും, ഇങ്ങനെ അരിഞ്ഞൊരു ബീഫ് റെഡിയാക്കുന്ന ഒരുക്കത്തിലാണ്. ഇപ്പോൾ ബീഫ് സ്റ്റൂ ആണ് നമ്മൾ റെഡിയാക്കുന്നത്. 1 കിലോ ബീഫ് വാഷ് ചെയ്ത് എടുത്ത ബീഫ്, അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കുറച്ച് ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, നാല് ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തത്, പിന്നെ പൊട്ടറ്റോയും ക്യാരറ്റും. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഒരു ഗ്ലാസ് വെള്ളം. കുറച്ച് കറി ലീഫ്. പിന്നെ തണ്ടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ്. കറി ലീഫ് അല്ലേ. ഇപ്പോൾ ബീഫ് നമ്മൾ അടുത്ത് വെച്ചു. ഒരു 4 വിസിൽ. 4 വിസിലൊക്കെ. ഓക്കെ. ഇപ്പം നമ്മൾ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ പോവാണ്. പാൻ കത്തിച്ച് ചൂടാൻ വരുമ്പോൾ കോക്കനട്ട് ഓയിൽ. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, കുരുമുളക്, പിന്നെ ജൂലിയൻ ചെയ്ത ഓണിയൻ, 1/2 കട്ട് ചെയ്ത ഗ്രീൻ ചില്ലി, ജൂലിയൻ ചെയ്ത ജിഞ്ചർ, കറി ലീഫ്. അപ്പോൾ ആദ്യം നമ്മൾ ഹോൾ സ്പൈസസ് ഇടുന്നു. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ജിഞ്ചർ, ഗ്രീൻ ചില്ലി തോട്ടിന്. അടുത്ത് ഓണിയൻ ഇടുന്നുണ്ട്. കറിവേപ്പ്, അപ്പോൾ ഒനിയൻ സോട്ടായിട്ടുണ്ട്. ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച്
ഇത് മിൽക്ക് പൗഡറാണ്, അതായത് കോക്കനട്ട് മിൽക്ക് പൗഡറും സാധാ നമ്മുടെ പശുവും പാലും കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജ് ആയത്. മിക്സ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്തിടുക. കോക്കനട്ട് പൗഡർ അല്ലേ? അതിനകത്തേക്ക് പാല്, കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്യും. അപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറും പാലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ച് ഫിനിഷ് ചെയ്യുക. ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. ബീഫ് സ്റ്റൂ റെഡി. ഇപ്പോൾ ബീഫ് സ്റ്റൂ റെഡി ആയിരിക്കുകയാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഓഫ് ചെയ്യാൻ പോവാം. കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമ്മുടെ ചാമ്പങ്ങ വൈനാണ്, അതുപോലെ തന്നെ ബീഫ് സ്റ്റൂ, ബ്രെഡ്. സൈഡിൽ ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞാൻസ് കഴിച്ച് നോക്കിയേ, എങ്ങനെയുണ്ട്? സൂപ്പറാ, സൂപ്പറാ. നോക്കടാ ഡാ നോക്കൂ, സൂപ്പറാ. എങ്ങനെയുണ്ട്? ഉള്ള പോലെ പറ. കുഞ്ഞൻ പറഞ്ഞ സംഭവം തീരാണ്. എങ്ങനെയാണോ ഞാൻ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, എനിക്ക് സ്റ്റൂ സാധാരണ ഇഷ്ടമില്ലാത്തതാണ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്, പൊളിയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ നിന്ന് ചാമ്പ ഉണ്ടായിരുന്നു, ചാമ്പങ്ങ വൈൻ ഇട്ടതാണേ. ചാമ്പങ്ങ വൈൻ ഇട്ടതിൻ്റെ നമ്മൾ ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ എടുത്തു. പക്ഷേങ്കിൽ ഒരു മാസം മുമ്പേ നവംബർ 25 നമ്മൾ ഇട്ടത്. പക്ഷേ അതിന് ശേഷം ആ വീഡിയോ കിടന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല. പക്ഷേ നല്ല ചാമ്പങ്ങ വൈനാണ് കേട്ടോ. പഞ്ചസാരയും പിന്നെ കറുവപ്പട്ട, അതുപോലെ സ്പൈസസ് ഒക്കെ ഇട്ട്, ജാതിപ്പത്തിരി, ഗോതമ്പ്, ഞുറുക്ക് ഗോതമ്പ്, പിന്നെ ഏലക്ക, ഇതൊക്കെ ഇട്ട് 5 കിലോ പഞ്ചസാരയൊക്കെ ഇട്ട് ഏകദേശം 6-7 കിലോ ഉണ്ടായിരുന്ന ചാമ്പങ്ങയായിട്ട് നമ്മൾ വൈൻ ചെയ്തതാണ് കേട്ടോ. അത്യാവശ്യം നല്ല മധുരമുള്ള നല്ല വൈനാണ്, ഫ്രഷാണ്. നമ്മൾ ഈ മുന്തിരി വൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മായം കാണും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്കങ്ങനെ ചാമ്പങ്ങ, നമ്മുടെ ഇവിടെയുള്ള വീട്ടിലുണ്ടാകുന്ന ചാമ്പങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിഷം ഒന്നുമില്ലാത്ത സാധനമാണ്. അപ്പം നല്ല ഒരു വൈനാണത്, വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് വൈനാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബീഫ് സ്റ്റൂം ബ്രെഡും എങ്ങനെ ഉണ്ടോ നോക്കാം. അസാധ്യമാണ്, നല്ല ടേസ്റ്റാണ്. കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നമ്മൾ ലാസ്റ്റ് ഇട്ടേ അല്ലേ. ഓക്കെ, അപ്പം ബീഫ് സ്റ്റൂ അടിപൊളിയാണ്. അപ്പോൾ ക്രിസ്മസിന് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണ്. ഞങ്ങൾ 2 കിലോ പോത്ത് മേടിച്ചാൽ 1 കിലോയാണ് ബീഫ് സ്റ്റൂ ആക്കിയത്. നമുക്ക് വീട്ടിലുള്ള അംഗങ്ങൾ എത്രയാണോ അതനുസരിച്ചിട്ട് 1/2 കിലോ 1 കിലോ ഒക്കെ മേടിച്ച് ഈ രീതിയിൽ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ബീഫ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ.